അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എഡോഡി ബ്ലാക്കിലാണ്. എഡോഡി ബ്ലാക്കിൽ നിൽക്കുന്ന മൊത്തം നമ്മൾ ചങ്ങായി വരാം. അപ്പം ഫ്രണ്ട്സിനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാന്നുള്ളതിലാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് സീരീസ് ആയിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഏകദേശം എൻ്റെ ചങ്ങായിമാരങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇവിടെയുള്ള ബാക്കി ചങ്ങായിമാരും കൂടെ പരിചയപ്പെടാം. എല്ലാം നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാം അറിയില്ല ഞാൻ വരുന്നത്. അസ്സലാമു അലൈക്കും. അതല്ല ഞാൻ അങ്ങനല്ല, അതെങ്ങനെയല്ല, ഇങ്ങനെയല്ല, നേച്ചുറലായിട്ട് പറയണ്ട നിങ്ങള്. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കിയത് കേറിയപ്പോ ഇതാരും ശാസ്ത്രം ഒന്നും ചെയ്യിക്കാന് ഇതാണത്. ആരെ നമ്പിയാലും നന്മന്മാരെ നമ്പർത്തേന്. പൊങ്ങിക്കോ ക്യാമറ ഇങ്ങെത്തു. ദിസ് ഈസ് സെഹദ് ബീഡിക്കുറ്റി. സെഹദിനെ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇത് പിന്നെ മനാഫ് നമ്മളെ പോലത്തെ പിന്നെ പറയണ്ട എനിക്ക് റീച്ച് കൂടും, എൻ്റെ റീച്ച് കുറയും. ഇവനറിയില്ല, ഇവനാന്ന് മറ്റേ യോയോ നിഷാദിന്റെ അനിയൻ, ഏട്ടൻ യോയോ, അതിലും വലിയ ഏട്ടൻ യോയോ. ഇത് മുടി മുറിക്കാനായിട്ട് ബാറയിൽ പോയ മനസ്സൻ അല്ല, ഫസ്റ്റ് ബാറയിലല്ലോ ഫസ്റ്റ് ബാറയിൽ പോയി ആടുന്ന് സൗദി പോയിട്ട് ഉംറയെല്ലാം ചെയ്ത് ആ മുടി ചരിത്രം മൊത്തം നാട്ടുകാർക്ക് അല്ല, നിങ്ങളെ മുടി പോയത് അറിയണ്ടേ? ഇസാഖ് നല്ല ടൈം. ഇത് ഇസാഖ്, ജിമ്മൻ ഇസാഖ്. നമ്മള് വന്നത് വേറെ കാര്യത്തിനും അദ്ദേഹം ഇവിടെ ഇല്ലാണ്ടായി പോയി. ഞാൻ ശരി മുമ്പിടെയാണല്ലേ ഇല്ലാല് അപ്പുറം എടുത്ത് അപ്പുറം കഴിഞ്ഞ നോക്കി മുക്കാഭാഗം അപ്പുറത്ത് തന്നെ ആശിക തന്നെ ഫുള്ള്. സിനാന നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടാവല്ലോ കുറെ വീഡിയോയില്. എനിക്ക് ഇതിന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. ഇന്നിപ്പം പിന്നെ കാരണം തന്നെ കാണാം. ഇവിടെ പോയാലും കുടുംബത്തിന്റെ സ്ഥലത്ത് പോയാലും അമ്മമാരെല്ലാം പറയുന്നത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞുള്ളൂ. അപ്പം ആദ്യം നമ്മളാണല്ലോ വേണ്ടേ, നമ്മളെ സർക്കിളിലല്ല വേണ്ടേ. അൽഹംദുലില്ലാ, അത് സന്തോഷമാണ്. സിനാൻ ഇനി ഒരു വ്ളോഗിൽ ആക്റ്റീവ് അല്ലേ? എല്ലാ വ്ളോഗിലും ഉണ്ട്. കഴിഞ്ഞത് ഇട്ടാന്ന് ഇവനാണ് സീഫിൻ്റെത്. സകലാളെ പോയി. അപ്പോൾ മായച്ചാനത് പോലെ അറിവ് കിട്ടണേനും, പക്ഷെ മടിഞ്ഞിട്ടൊന്നുമില്ല. എന്നെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളേ? ഇപ്പൊ ഒന്നും പറയാനില്ല, അത് ഓഫാക്കിയാൻ പറഞ്ഞതാ. ചിലപ്പോ കാര്യമായിട്ട് കടത്തിൽ എന്തുണ്ടെന്ന് വിചാരിച്ചില്ല. എനിക്ക് പെണ്ണൂല് കിട്ടിയില്ലേ, നല്ലത് അങ്ങനെ. വടകരയില് നമ്മൾ കഴിഞ്ഞ കൂടെ പറഞ്ഞെങ്കിൽ രണ്ടിടത്ത് ബ്ലാക്ക് ഉണ്ടായി. രണ്ടാമത്തെ ബ്ലാക്കിൽ ഇപ്പം ഞാനുള്ള എഡോഡി ബ്ലാക്ക്. ഇവിടെ മനാഫ രാജാവ്. ആഷിഖിനെ പോലെ ആക്റ്റീവ് അല്ലെങ്കിലും ഇല്ല, ടൈമായാലും ആക്റ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് പോകാനുള്ളത് താഴെ ബ്ലാക്കിലാണ്. തുടക്കം ഇവിടെയായിരുന്നു. ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യണം. കുറച്ചും കൂടെ ടീം കൂടെ എത്താണ്ട് അല്ലേ? ഇവിടുത്തെ ആയിട്ടുള്ള ടീം എത്താണ്ട്. ഇവിടുത്തെ ടീം ഒരുത്തന്നെ ഇപ്പൊ സൗദിയിലുള്ള ഷ്യാം, അത് സൗദിയിലെത്തി. തഫ്സീർ ഉണ്ട്. തഫ്സീർ ഞാനും മനാഫെല്ലാം ദർസിൽ ഒരുമിച്ച് പഠിച്ചാണ്. മദർസയിൽ ഒരുമിച്ച് പഠിച്ചു വന്നാണ് ഞാനും തഫ്സീറെല്ലാം. ഇപ്പം നമുക്ക് അടുത്ത് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുള്ള അങ്ങാടി ബ്ലാക്ക്. സംഭവം ഒന്നറിയാം, സംഭവം ഒന്നുമില്ല. അപ്പോൾ സൈഫൂന് ഷർട്ട് കൊടുത്തല്ലോ, ഇലാലൊരു വിഷമം പറഞ്ഞു. ഇലാലിന് വേണം. അത് നമ്മൾ ഇഞ്ചോടെ ജസീർ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാകുന്ന കമോൺ കസ്റ്റമർ വന്ന്. അപ്പോൾ ഇലാലിനെ പറ്റിക്കാൻ വേണ്ടി പോകാനാണ്. ഇലാലിന് ജെയ്സി ഇഷ്ടല്ലേ? ഇലാലിന് റൊണാൾഡോ അല്ലേ? അല്ല ഞാൻ പറഞ്ഞു മെസ്സി റൊണാൾഡോ വെച്ച് നോക്കുമ്പോ ഇവനില്ല. ഇവൻ ശരിക്ക് നെയ്മറിന്റെ ഫാനേനു. എന്നിട്ട് ഇവനെ പോലത്തെ ഒരു മാഡ്രിഡ് വിരോധിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഇവൻ ആദ്യമല്ല ഹേല മാഡ്രിഡ്, ഇപ്പൊ ആയത് ഇവൻ ഇപ്പൊ ഇങ്ങോട്ടോ സിനാനെ കൂടിപ്പോയ 1-2 കൊല്ലത്തിനല്ലാതെ ഇങ്ങനെ. അടുത്ത വിസ്ക ബാർസ അത് വിസ്ക ബാർസ, അതും വിസ്ക ബാർസ. ഇത് ഹാല മാഡ്രിഡ്. ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലൊട്ട ക്ലബ്ബ് എന്ന് പറഞ്ഞ ബാഴ്സ. ഈ സീസൺ ഒന്ന് തിളങ്ങിപ്പോയി. അതിന്റെ കുന്തളി പനി കാണുന്നേ. ഇനി ബ്രസീൽ അർജന്റീന, ബ്രസീൽ. പിന്നെ റയൽ മാഡ്രിഡ് ഓർ ബ്രസീൽ. ഇനി എന്താണോ ചോദിക്കുന്നില്ലേ? അതെ, റയൽ മാഡ്രിഡ് ഓർ ബാർസലോണ. അത് ബാർസലോണ ഓർ പിന്നെ നെയ്മർ ഇപ്പം കളിക്കുന്ന ക്ലബ്ബ്. അത് നെയ്മറിന്റെ സാന്റോസിന്റെ കളിയും പിന്നെ സാന്റോസും ബാഴ്സയും ഒരുമിച്ച് കളി വന്ന് ആയിരിക്കണം.
അത് ബാർസിയ ജയിക്കും. സ്പെഷ്യൽ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ബാഴ്സ ഇപ്പൊ എത്ര ചെറിയ ലോക്കൽ ക്ലബിനോട് പൊട്ടുന്നുണ്ട്. ഇപ്രാവശ്യം റയൽ മാഡ്രിഡ് പൊട്ടില്ലടാ. ഇപ്രാവശ്യം റയൽ മാഡ്രിഡ് തോറ്റില്ല ചെറിയ ടീമിനോട്. അത് അടിതെറ്റി ആനയും പോകുന്നു അതിന്റെ അർത്ഥം. റയലിൽ തോക്കണമെങ്കിൽ അത്രയും ഇതായിരിക്കണം. ആർസനല് മാഷാള്ള ഈ സീസണിൽ ഏറ്റവും നല്ല ക്ലബ് മായിച്ചാന്റെ ആർസനലാ. മാഷാള്ള പുതിയ ചക്കൻ വന്നിക്കുന്നു. എനിക്ക് കളി മാറും. എന്തിന് അല്ല റയലിന് അല്ലേ ലാസ്റ്റ് എത്ര സീസൺ നിങ്ങൾക്ക് കപ്പില്ല കുഞ്ഞിമോനെ. ഇന്ത്യയിലും ബായ്സന്റെ കുന്നറിപ്പോണ്ടേക്കും നിങ്ങൾ കപ്പായിട്ട് നടന്നിരിക്കും. പലരും പറയും ഇനി ഇല്ലാതായിരിക്കും വിളിക്കുന്നത് വീഡിയോ കോള്. ഇനി ഞാൻ പോന്ന എനിക്ക് ബായ്സിന്റെ മുൻതൂക്കളെടുത്ത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ ഇപ്പൊ 2 ബായ്സായി. നിങ്ങൾ അർസനല്ലാന്നറിയാം. ഇവന് ഇത് മറ്റേ കേരളത്തിൽ മറ്റേ സംഖ്യകള് എന്താക്കില്ല പാർട്ടി പറയില്ല. എനിക്ക് പാർട്ടി ഇല്ല അങ്ങനെ പറഞ്ഞോ സംഖ്യ എന്നറിയാം. എനിക്ക് റയൽ കഴിഞ്ഞിട്ടാന്ന് എന്തുള്ളൂ. നമ്മള് റയലിനാന്ന് എന്താക്കുന്നത് റൊണാൾഡോന്റെ കളിയാണ്. എന്നിട്ട് റൊണാൾഡോന്റെ ഫാനാണ്. അല്ലാണ്ട് റൊണാൾഡോന്റെ ഫാനായിട്ട് റയൽ കളി ഉണ്ടാവില്ല. ഞാൻ എന്റെ കാര്യമാണ്. ഞാനും നമ്മൾ ആസിഫ് എന്ന് പറഞ്ഞ റയലിന്റെ ഫാനായ ശേഷം റൊണാൾഡോന്റെ കളി ഇഷ്ടപ്പെട്ടിട്ട് റൊണാൾഡോ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അങ്ങനത്തെ ഫാൻസ് റയറാ. താരങ്ങളല്ല ക്ലബ്ബാണ് പ്രധാനം. മായച്ചനും ആർസനൽ എന്ന് പറഞ്ഞാൽ അന്ന് നിന്നും പക്ഷെ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയനോ കിട്ടിയതായിരിക്കും ഒരു ഉപകാരമില്ലാത്ത ആൾക്കാർക്ക്. ഒരു ഫാൻസ് ഇല്ല ഇവിടെ. നമ്മളിനി പോകാൻ പോകുന്നത് അവിടെ ഇലാലിന്റെ അടുത്താണ്. ഇൻഷാല്ലാ ഇലാലിനെ പോയിട്ട് എന്താക്കാം നമുക്ക് ഹാപ്പി ആക്കാം. ഇലാലിന്റെ അടുത്ത് താഴെ ബൈക്കിലെത്തി. ഇലാൽ കണ്ടേ മാടി ക്യാമറ കണ്ടേ മാടി തലയുണ്ട് ഷർട്ട് ഇട്ടേക്ക് വാ കയറി. എനിക്ക് കോള് വന്നിക്ക് തോന്നില്ലേ. എനിക്ക് കോളാറ്റം വന്നിക്കും തോന്നുന്നു. ഞാൻ ഇങ്ങനെ വരുന്നുണ്ടേന്ന്. ഇത്ര കുറവ് എനിക്ക് എന്റെ ആശയ്ക്ക് മെഞ്ഞാന്ന് പെർഫോം ചെയ്തിട്ട് തകർത്തതാ. മാഷാല്ലാ വീഡിയോ കയറിയില്ലേ? ഇൻസ്റ്റ കയറിയില്ലല്ലോ. മാഷാല്ലാ ഇതാ നമ്മൾ ഇവനെ കാണാനാണ് വന്നത്. ലാലിനെ നോക്കിയാ മോള് പോയി. എനിക്ക് ഒരു അഭ്യൂഹം കിട്ടിയത് ലാലിങ്ങനെ മോളത്തെ വിളക്കിലാന്നല്ല നിക്കാൻ. അങ്ങനത്തെ എനിക്ക് കുറച്ച് ആഷിഖിന്റെ അടുത്തേക്ക് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആഷിഖിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവുക എന്ന് പറയുന്നത് ആഷിഖിനെ പോലെ നിഷ്കളങ്കരായി പാവപ്പെട്ട ലാൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രീക്ക് എവിടെയും ജോയിൻ ചെയ്യാൻ പറ്റും. അതെ ഇപ്പം ജയപ്പറ അവനിക്കുണ്ടല്ലേ ആ വീഡിയോ എടുക്കാൻ വരുമ്പോ എല്ലാം എനിക്കൊരു ജയപ്പറ. ക്വാളിറ്റിയുള്ള ആളല്ലേ. നമ്മള് ലോക്കൽ സെറ്റപ്പിൽ ജീവിക്കുന്നല്ലേ. ഞാൻ ലോക്കലല്ലേ. ഞാൻ തനി ലോക്കലല്ലേ. ലോക്കലിന്ന് സ്റ്റോപ്പിലേക്ക് വന്നേ. ഇപ്പൊ ലോക്കൽ അല്ലല്ലോ. ഇപ്പൊ ലോക്കൽ അല്ലാന്ന് വെച്ചാൽ നമ്മള് ലോക്കൽ തന്നെ. നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മളെന്നും ലോക്കൽ ജീവിതവും എന്നെ കണ്ടിട്ട് എനിക്കൊരു മാറ്റം തോന്നില്ല. അതാ പറഞ്ഞ ഒരു ഫിറ്റ് ബോഡിയിലായിട്ട് എന്താ സംഭവിച്ചേ. ചിരിക്കുന്നടാ ഫിറ്റ് ബോഡി എന്ന് പറഞ്ഞോ. ഓനിക്കരെ തിരിയാന് കമ്പിയൊന്നും കിട്ടണം. ഇങ്ങോട്ടൊന്നും ഞാൻ വന്നെന്തിനാ എനിക്കാ വന്നിങ്ങനെ നമ്മള് ചെങ്ങായിയുടെ അടുത്ത് ഇന്ന് കണ്ടിട്ട് ആൾക്കാർ കാണിച്ചു കൊടുക്കുന്ന നമ്മൾ ആഷിക്ക് എന്റെ ആശാനാണ്. ആഷിക്ക് കഴിഞ്ഞ നിങ്ങൾ കണ്ടു. ആഷിക്കെല്ലാം ഗുരുവാ. ആഷിക്ക് ഷുറൂഖ് ഭായ് ഇപ്പം ആളിപ്പി പത്താളിപ്പി. ഇപ്പൊ എന്റെ നിലവിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ എന്താ പറയാ അറിഞ്ഞ് ആഷിക്കിന്റെ എൻഗേജ്മെന്റ്. ഇല്ല ആഷിക്കിന്റെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ ആഷിക്കിനെല്ലാം കിട്ടുന്ന പെണ്ണ് തന്നെ പറഞ്ഞല്ലോ. ഓളെ ഭാഗ്യ അല്ലാണ്ടോ അല്ലാണ്ടെന്താ ഉറപ്പ്. ഞാൻ മാഷല്ലേ ഇത് ഈ വീഡിയോ അങ്ങനല്ലേ മാട്രിമോണിയ വീഡിയോ അല്ലേ. പക്ഷെ ഈ വേറെ വിഷയമുണ്ട്. ആഷിക്കിന് ഇപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് കിട്ടി പോയിക്കണെങ്കിലേ റച്ചു ഞാനും ബയക്കായി പോവും. ആഷിക്കിനെക്കാളെ മുട്ടിക്കുന്ന റച്ചാന്നേ റച്ചു അതായിരുത്തല്ലേ. 5 ബ്ലാക്ക് നമ്മൾ 5 ബ്ലാക്കിലും പോന്നപ്പോഴത്തേക്ക് അല്ലാ സൈപ്പൂന് എന്ത് പറയാ മുഖേനെ പൊത്തി മുഖേനെ കിട്ടി ഓൾറെഡി. സൈപ്പൂന്റെ വീടിനെ പറ്റി സൈപ്പൂന്റെ ഒരു സന്തോഷം. ഇപ്പൊ ഇതുവരെ അങ്ങനത്തെ ഒരു സംഗതി കിട്ടാത്തൊരു വ്യക്തിയാണ്. അല്ല ഇവിടെ ഇന്ന് വന്ന് ഞാൻ മെയിൻ വന്നതുകൊണ്ടാ. ഇവിടെ ഇന്ന് വന്നിട്ട് ഇഞ്ചത്തെല്ലാം കുറച്ച് ഇത് കണ്ട് കാണും തന്നെ ഒന്നേലുള്ള സൈപ്പൂന്റെ ഒരു
ഇതെന്താ? അത് ഷേപ്പിന് മാറ്റാൻ ഒരു മടി എക്സൽ ആയിട്ട്. ആ എക്സൽ ഭയങ്കര ലൂസാ. ഷേപ്പ് പറയുന്ന വെച്ചാൽ ഒന്നാമത് ജാസർ തന്നേരം മാറ്റാൻ എനിക്കൊരു മടി വേറെ. ഞാൻ പറഞ്ഞു സൈസ് മാറ്റിക്കോന്നു. അപ്പൊ ലാർജ് ഇട്ട് കുഴപ്പമില്ല. മാത്രമല്ല ഓൻ പറഞ്ഞു വെള്ളിയാഴ്ച ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ റൂട്ടിന് പോണ അപ്പൊ വെള്ള ഇട്ട് പോണോ. ഓനെന്ന് എന്താ അറിഞ്ഞ എനിക്ക് വല്ലായി ഇന്ന് എന്റെ ലൈഫിൽ അത്യാവശ്യം നല്ല സന്തോഷമുള്ള ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോന്ന് ഷെയ്ഫുവിന്റെ മെസ്സേജ് ആയിരുന്നു വൈകുന്നേരം. ഒരു വൺസിൽ ഫോട്ടോ അയച്ചിക്ക്. ഞാൻ വിചാരിച്ചു ഒന്നേ തിന്നാൻ പോയതിന്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധാരണ നമ്മൾ മനസ്സിലാക്കാന് ഇതെനക്ക് അയച്ചു ചെയ്തെന്ന് വെച്ചാല് ഇവന് ആ മൊത്തം ഇതില്ല ലഗേജ് ആയിട്ട് ഈ റൂട്ടിൽ പോകുന്ന ലഗേജ് എല്ലാം ആയിട്ട് പോകുന്നത് ഈ വൈറ്റ് ഷർട്ട് എനിക്ക് സെൽഫി എടുത്തിട്ട് അയച്ചാൽ ബൈക്കുമ്പില്. ഞാനാ പറഞ്ഞത് ഇപ്പൊ പൊടി പാറുന്നോണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു ജാസർ പറഞ്ഞു വെള്ളിയാഴ്ച തന്നെ ഇടണം. അവിടെ കിട്ടും നമുക്ക് നമ്മളെ സന്തോഷം നല്ലത് ഒന്നുമില്ലേ, പൈസ ഒന്നും ഉണ്ടായിട്ടല്ലേ നമ്മളിപ്പോ. അതാണ് ചിലപ്പം പഠിച്ചോ നല്ല പൈസ വരും, ചിലപ്പോ അതേ പഠിച്ചോ നമുക്ക് പൈസ ഉണ്ടായിട്ട് നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യും. പക്ഷെങ്കില് നമ്മളെ കൂടെ ഉള്ള നമ്മൾ എന്താക്കണം, പറ്റുന്ന ലയിപ്പിയാക്കണം. അതെ അതെ അതെ. ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെങ്കിൽ ലയിപ്പിയാക്കാൻ പറ്റും. കാരണം എനിക്ക് എന്തെങ്കിലും മായി കൊടുക്കാൻ അതിന്റെ പൈസ വേണം. ആശിക്ക് എപ്പോഴും ഹാപ്പി ഒന്നും ഉണ്ടാ, ആശിക്കടുത്ത് എപ്പോഴും പൈസയാണ്. പൈസ ഉള്ളവരാണ് ആൾക്കാർ നിൽക്കും. അതെ അപ്പോ അവിടെ ഇനി ഭയങ്കര അടുത്തായിട്ട് അവിടെ കിട്ടുന്നുണ്ടാകാന് ഫിറ്റ് അല്ലേ സ്ക്രീന്. എനിക്ക് കുറച്ച് പേക്കോട്ട് നോക്കാനല്ലേ വിളിച്ചു പറയും. ഇതാരെല്ലാം മുഞ്ചനടാ വേറെ ഇത് മൊത്തം വരും. അല്ല മൊത്തം നമ്മളത് കഴിഞ്ഞോടെ പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അല്ല ഞാൻ കേട്ടെ സേപ്പൂന് കൊടുത്തതിന്റെ ലീഗോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നുമില്ല ആശ്രയ. കാരണം ഷെയ്പ്പൂന് അത് ചില ആൾക്കാർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടല്ല, അതിനുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തലേദിവസം മനഃപൂർവ്വം കേക്ക് മുറിക്കാൻ വരാറ്റന്നെ. കാരണം നമ്മള് വരാത്തത് ഇപ്പൊ എല്ലാവരും വരത്ത് എല്ലാവർക്കും പ്രശ്നമില്ല. പക്ഷെ ഞാൻ പോവാത്തതിൽ ഷെയ്പ്പൂന് വിഷമമുണ്ട് എന്നുള്ളത് ഓന്റെ ഭർത്താൻ ചെയ്തെന്നറിയാം. ഇഞ്ചെല്ലാം ക്യാരക്ടർ എന്നാണെങ്കിലേ അങ്ങനെ ഓനെ അടക്കി പറഞ്ഞെങ്കിൽ തലേന്ന് പോവാത്തോണ്ടുള്ള ഏറ്റവും അമർഷം തന്നെ. നമ്മള് പോയെന്തിനാ, നമുക്ക് അങ്ങനെ പോയി ഇങ്ങനെ എത്തിക്കണ്ടേ. പക്ഷെ പിറ്റേ ദിവസം ഞെട്ടിച്ചു കളി മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവല്ലേ. അതെ. പിന്നെ എനക്ക് ഉള്ള പറഞ്ഞ എനിക്കിപ്പോ ഇത് വീഡിയോ ഉണ്ടായിട്ട് മാത്രം പറഞ്ഞല്ല, എനക്ക് നമ്മളെ ആൾക്കാരാണല്ലോ. അയാളൊരു ഇന്റർവ്യൂ ജാസറിന്റെ വക മമ്പാട് നിലമ്പൂരല്ലേ. എന്തായാലും സലീംക ഐ ആം കമ്മിങ്. അല്ല സലീംക ഇവിടെ ഇരുന്ന് ഇവിടെ ഷോപ്പിന് ഇന്നോഗ്രേഷൻ ഞാൻ കോളേജിന്റെ ഇന്റർവ്യൂ ചെയ്തില്ലേ, അതേപോലത്തെ മൂപ്പർ ഒരു റിവ്യൂ അതിനെപ്പറ്റി അതിന് ശേഷമുള്ള കഥ. ഇതെല്ലാം കൊണ്ടാണ് ആശിക്കിനെ ഗുരുവെന്ന് ആശിക്കിനെ വിളിക്കാനുള്ള കാരണം. അതായത് നമ്മളിപ്പോ ഉള്ള 100-500 ആൾക്കാർ ഇപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. ചിലപ്പോ എന്റെ ഇതെന്നറിയോ നോക്കുമ്പോ ഒരു 100 ആൾക്കാർ സ്ഥിരം കാണുന്നുണ്ട്. അവിടെ 100 ആളെന്ന് പറഞ്ഞാൽ ഒരു ഹാളുള്ള ആൾക്കാരായി. ഒരു ഹാളുള്ള ആൾക്കാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം തുടക്കക്കാരെന്നുള്ളതിൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം. നമ്മളത് വീഡിയോ നമ്മൾ എടുക്കണം, കണ്ടന്റ് നമ്മൾ എഴുതണം, എഡിറ്റ് നമ്മൾ ചെയ്യണം, എല്ലാം നമ്മള് ഞാൻ വന്നു വെച്ചാല് മെയിനുള്ളായിരുന്നു വെച്ചാല് എനിക്കൊരു ജേഴ്സി വാങ്ങിക്കാനു. എനിക്കറിയാം എല്ലാണ്ടെന്താ പുതിയ നമുക്ക് ഇനി കുറെ വാക്കുകളൊന്നും പറയാൻ കഴിയില്ല. ഇതെല്ലാം ജാസിർ പക്ഷേ വേറെ ഇതൊന്നല്ല. പല പ്രാവശ്യവും ജാസിർ നമുക്ക് പല സാധനം തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കടന്ന സീസൺ മൊത്തം ഇട്ട് ജാസിന്റെ ബൂട്ടാ റെഡ്. എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി കാൽമേൽ ആ ജാസിർ ബൂട്ടാ. ഞാൻ വാങ്ങിയെത്താന്നൊന്നല്ല, പക്ഷെ ഞാൻ പുതിയ വാങ്ങിയതാ. 5 ഒരു ബൂട്ട് വാങ്ങി. ഇല്ല ഇവിടെ പറഞ്ഞല്ല, അവൻ വാങ്ങിയത് എനിക്ക് തരുന്നല്ല. പക്ഷെ ഓന്റെ അടുത്തുള്ള പുതിയ സാധനം ചില ആൾക്കാർക്ക് പിന്നീട് ആവശ്യമുണ്ട്. കാരണം ഇവരെല്ലാം പിന്നെയും പെട്ടെന്ന് കളിക്കാൻ ഇറങ്ങുന്ന ആളാ. അന്നേരം വാങ്ങാതെ എനിക്കത് തന്നു. ഞാനത് ഒരു കൊല്ലത്തോളം ഇട്ട്. നമുക്ക് റെഫറിക്ക് ബ്ലാക്ക് ബൂട്ടാ വേണ്ട. അസ്ലം കപ്പനും വേറെ ഓലെല്ലാരും കറുപ്പിടുമ്പോ സൈസെല്ലാം പക്കല്ല. എല്ലാണ്ട് എന്താ എനിക്ക് തോന്നി ജാസർ അങ്ങനെ വരില്ല.
ഇല്ലെങ്കിൽ ഞമ്മക്ക് സന്തോഷം അറിയാമോ? ചില ആൾക്കാർക്കൊന്നും നമ്മളെ ആശി നമുക്ക് അഖില വേറെ കാര്യം വേണ്ട അഖില എനിക്ക് പറയാം ആശിക്കേ നമ്മളൊന്നും ഒരാൾക്കും ഒരു വിലയും ഇല്ല ചില സ്ഥലത്ത് കൂടിയ വിലയാ. പക്ഷെ ചില സ്ഥലത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോയി നടക്കാൻ നമ്മളെ പറഞ്ഞ ആശിക്ക് എന്താ അറിയോ, നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൂട്ടത്തില് മാഷാല്ല എനക്ക് കളിക്കുന്ന അറിയില്ല എല്ലാവരും അത് ഓപ്പൺ ആയിട്ട് എന്റെ അനിയൻ കളിക്കും. ഉമ്മ ഇങ്ങനെ പറയും, ഞാൻ പറയും എന്റെ കളിനെ നിങ്ങൾ പറയാൻ പറ്റുന്നത്. കാരണം അതെല്ലാം പഠിച്ചോ റേറായിട്ട് കൊടുക്കുന്ന കഴിവാ കളിക്കാനുള്ള കഴിവ്. ഇലാൽ ഇന്നൊരു കോട്ടിൽ പോയിട്ട് കീപ്പർ എന്നിട്ട് ഇലാലിനൊരു കയ്യടി കിട്ടുമോ അത് സത്യം പറഞ്ഞാൽ നമ്മക്ക് ഭയങ്കര ഹാപ്പിയാ. കൂസുമ്പോഴുണ്ടെന്നാണ് എന്നോട് ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കായിട്ട് എന്റെ പണി വരുന്നുണ്ട്. ഇതെന്തിനാ അറിഞ്ഞ് ഇത് മെഞ്ഞാത്ത സേവില്ല. അതാ നീ ഗ്രൂപ്പിൽ കത്തിക്കുന്നു പറഞ്ഞത് അല്ലേ? അല്ലേ അതെ ഇത് എനിക്ക് ക്യാമറ പറയാൻ അതൊന്നും പ്രശ്നമൊന്നുമല്ല, നമ്മള് സുതാര്യമായിട്ട് പറയണം. ക്യാമറ ഉണ്ടല്ലേ നമ്മളെല്ലാം അത് എല്ലെങ്കിലും യാത്ര ഒരുപാട് സാധനം നമുക്ക് കേൾക്കാം. അത് തന്നതിന്റെ നീ പറയാ കണ്ണിയാൻ പറിക്കുന്ന ഇവന്റെ വേറൊന്നുണ്ട്. ഇവന്റെ വെച്ചാന്നറിഞ്ഞ് പാച്ചു പോമോ ഓനിക്ക് ഗൾഫാരില്ലേ ഓന്റെ സൈസ് പോലെ പോമോ ഇതാണ് സന്തോഷ. യെസ് യെസ് നീ വിളിച്ചാലേ തന്നേക്ക്. ഇതാന്ന് ഉദ്ദേശിക്കുള്ളൂ. ഇതിലിപ്പോ ഇവനെ വന്ന് കാണ്ട് ഇവനെന്ന് ഏപ്പിയാക്കണം ഉദ്ദേശിക്കുള്ളൂ. ഇനി എല്ലാം മരിക്കോളുണ്ടാവും. സത്യ മരിക്കോന്നിട്ട് നടക്കും. അള്ളിയാ പെട്ടാണ പഠിക്കുള്ളൂ ജയിച്ചു. അത് എനിക്കൊന്നും ടേറ്റാന്നില്ല. അത് ഫിറ്റ് പോലെയാട്ടോ നമ്മളത് കൈ കടിയുന്നുണ്ടാവും. എനിക്ക് തിന്നാൻ കൊടുത്താ കൊടുക്കണം. അപ്പോ അതെ മസാല അസേവ നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട കളി ജയിക്കൽ നോക്കലല്ല, അവിടെ നന്നാ കയ്യിലിട്ടുമുണ്ടല്ലോ നമുക്ക് ആ കളി കാണാൻ വരാൻ. എനിക്ക് കുറെ ഇനി നല്ല കളി കളിച്ച കുറെ കളി എനിക്ക് കാണാൻ പറ്റാത്ത അത് നമ്മളെ റഫറിക്കുന്ന വേറെ കോമൺ ഇതുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നിടത്തെല്ലാം ഇവന്റെ ടീം തോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇവൻ കപ്പടിച്ച് ഞാൻ പറഞ്ഞു മേലെ പറഞ്ഞു പോകരുത്. ഇതെന്തായാലും എനിക്ക് ഇനി ഒന്ന് ഇവിടെ പോയിക്കില്ലേ മറ്റേ ഒന്നിനും കൊടക മറ്റേ പുറത്തേത്തെ സ്ഥലത്ത് കൂർഗ് കർണാടകയിൽ ഇനി വേറെ സംസ്ഥാനത്ത് ഇനി കളിക്കാൻ പോകും നമുക്ക് കാണാൻ വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതുണ്ടല്ലോ. അത് നമുക്കൊരു മേഖല വിട്ടു നിൽക്കുന്നത് റഫറിക്കാനെ അതാ താല്പര്യമായിട്ടല്ല. എന്താ അറിയോ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ ജെയ്സി ഇട്ടിട്ട് എന്തല്ല ഫുട്ബോൾ നമുക്ക് എന്താ സന്തോഷം എന്താ അറിഞ്ഞ് ആ ജെയ്സി ഇട്ട് നിൽക്കുമ്പോഴുള്ള സാറ് വിളിനേക്കാളും കൂടുതൽ ഈ കളിയാരവങ്ങൾക്കിടയിൽ നമ്മളൊരു കാർഡ് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിസിൽ കേൾക്കുമ്പോൾ അതിനൊരു നമ്മള് വിസിലിന് അസ്ലം ഖാനെല്ലാം വിസിലിന് കൈയടിയാ. അസ്ലം ഖാന്റെ വിസിലിനും അസ്ലം ഖാന്റെ നിപ്പിനും കൈയടിയാ. അങ്ങനത്തെ ഒരു റഫറി എന്നെല്ലാം പറഞ്ഞാല് മാഷാല്ലാ എല്ലാണ്ടോ. ഇപ്പൊ പിന്നെ 2 ടീം കളിച്ച് 1 ടീമാ ജയിക്കും. 2 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ എന്താ റഫറി ശരിയില്ല എന്താണ്ടാ രണ്ടാക്കും നമുക്ക് അനുകൂലിച്ച് വിളിക്കാൻ കഴിയില്ലല്ലോ. റഫറിമാരെ ഫുട്ബോൾ റഫറിമാരെ ഞങ്ങളുടെ ഏറ്റവും വലിയ കഷ്ടപ്പാടാ. 2 കൂട്ടരെ വായന കേൾക്കണം. എത്ര നല്ലോണം നിന്നാലും 2 കൂട്ടരെ വായന കേൾക്കണം. അതിപ്പോ ഉള്ള പോലെ വിളിക്കും. അതെ ഒരു ടീമാ ജയിച്ചെങ്കിലും ഒരു ഷാറ് റഫറി ആട്ടോ. കൊറേ അതാ മറ്റേ ഇവര് പുറത്തു പോയ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് സത്താറ് മുതല ഇൻസു അന്നത്തെ ഒരു 5 ടീം അല്ലേ എക്കാലത്ത്. അന്ന് ഞാൻ +2 ഓല് ഇവിടെ കപ്പടിക്കുമ്പോ അന്ന് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇവിടെ ക്യാമ്നോ ടർഫ് ഞാൻ വടകരയില്ല ആദ്യത്തെ ടർഫ് ആടെ നടക്കുന്ന ഫസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നത് സത്താറിന്റെ അന്നത്തെ പ്രൈം ടൈമിലെ 5 ഫുൾ ടീം BA ക്ലബ് ഇറക്കി വിടാം. അതുവരെ BA ക്ലബ്ബ് എന്നെല്ലാം പറയാൻ ആർക്കൊരു ബലയില്ലേ, അങ്ങാടിയുള്ളൊരു ക്ലബ്ബ് എന്ന് മാത്രം. അന്നത്തെ കളി സത്താറിന്റെ ടീമുണ്ടല്ലോ, ഞാൻ അന്ന് കമന്ററി ചെയ്യുന്നു. സത്താറിന്റെ ഗോളി ഞാൻ വിളിച്ചെങ്ങനെ അറിയാമോ? 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 6ാമത്തെ ഗോൾ അടിച്ചേ.
ഓന് സെന്ററിന്ന് ഓനിക്ക് എയിമി കിട്ടിയോ? എല്ലാ മേഖലയിലും പോയി കളിച്ചാൽ ഇനിയിപ്പോ കീപ്പർ ആര്, ഇനിയിപ്പോ തുൽപ്പിക്കറിനൊക്കെ തുൽപ്പിക്കർ 10 തുൽപ്പിക്കർ പോസ്റ്റിൽ നിന്നാലും അന്നത്തെ പ്രൈം ടൈം തത്താറാണെങ്കില്ല അടിച്ച് കയറ്റും. ഇപ്പൊ എന്താ പുതിയ ഒരു കബീറ അങ്ങനത്തെ പറയണില്ലേ, ആര് നിന്നാലും അത്താറിന് കണക്കുള്ള കാലുണ്ട്. അപ്പൊ ഇത് ഇനി എത്തിച്ചാൽ ആശിക. അതെ, ആശിക്ക് ആശിക്കന്നെ കാരണം തുളച്ചി കൂസ് ആടുന്ന് കളി കാണുന്ന ലൈവ് കളി കാണുന്ന ആശിക്ക് ഇതിനെപ്പറ്റി 2 വാർത്ത. സെത്താറിന്റെ ട്രെയിൻ ടീം ഒന്നും കൂടി മാറ്റി ഇറങ്ങിയാൽ ഇപ്പൊ ഇവിടെ ഫൈറ്റ്സ് കീഴടക്കാൻ പറ്റുമോ? ഓല് ചാലുമാണ്. എന്നാ ഇത് പിന്നെ എന്താ മെയിൻ പ്രശ്നം പറ്റിപ്പോ എന്നറിയോ, കൊറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫ് പോയി. പക്ഷെ ആശിക്കിനെ ഒന്നും കൂടി കാണുന്ന ഒരു ആഗ്രഹം. അതെല്ലാം റെഡിയാണ്. അതിൽ ഞമ്മക്കും ആഗ്രഹമുണ്ട്. കേറിക്ക് ജിമ്മിന്റെ കൊണ്ട് അറിഞ്ഞ് ജിമ്മിന്റെ കൊണ്ട് എന്താ പറഞ്ഞാല്, കഴിഞ്ഞ ജൂൺ 15 ഞാൻ ജിമ്മിൽ പൈസയും കൊടുത്ത് നമ്മളന്ന് പോയിട്ട് അഡ്മിഷൻ എടുത്തില്ല. ഓർമ്മയിലേക്ക് നമ്മളന്ന് രാത്രി പോയി അഡ്മിഷൻ എടുത്തേ, അന്നെടുത്ത അഡ്മിഷൻ ഇന്നലെയും ജിമ്മിൽ പോയില്ല. പക്ഷെ അങ്ങനെ ടൈമൊന്നും പോയില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇല്ല, അത് ഋതു വെച്ചെന്നറിഞ്ഞിട്ട് ഇത്ര കാര്യം പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് നമുക്ക് പൈസ അതിലേക്ക് ജിമ്മിന് പാടും. ആടെ നല്ല ജിമ്മാന്ന് തോന്നുന്നു. ഒളിമ്പിക് അവിടെ അതിലുള്ള അല്ല, ഒളിമ്പിക് എന്ന് പറയുന്നത് മറ്റേ ഹിമാലയൻസ്. ഹിമാലയൻസ് അതിലാടെയുള്ള ഞാൻ നിഷാദ് ഉണ്ടല്ലോ നമ്മളെ ജിമ്മ് നിഷാദ്. അങ്ങാടിയിൽ ജിമ്മൻ എന്ന് പറയുന്നത് അത് സായും നിഷാദും. എന്താ അങ്ങാടിയില് എന്താ പറയാ, നമ്മള് ഒരു ജിമ്മിന് ഇത് പറഞ്ഞ തായങ്ങാടിയില് ഓരോ കുട്ടികളും ജിമ്മ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയത് ഫസ്റ്റ് ടൈമിൽ എത്തുന്നത്. അതിന് മുന്നേ ഇപ്പോൾ ഇനിയൊന്നും കാണാത്ത ആൾക്കാരുണ്ട്, പ്രായ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ പോലത്തെ ചെക്കന്മാര് കണ്ടെന്നറിയോ, അത് നിഷാദും സായും ഓരോ കോമ്പറ്റീഷനിലും പോകുന്നത്. ആശിക്കെല്ലാം എന്താ പറയാ, ആശിക്കെല്ലാം അതേ അഭിപ്രായക്കാരനാ. അപ്പോ ഇന്നത്തത് എന്തായാലും മാഷാ അല്ലാ നല്ല ഒരു ദിവസമാണ്. നല്ല ദിവസം കാരണം നല്ല പ്രതീക്ഷിക്കുന്നു ചേട്ടാ. ഇത് സൈസ് ഒക്കെ ആയിരിക്കും. സൈസ് ലാർജിന്റെ എക്സലിന്റെ സൈസ് ഉണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇവര് ഇവിടെ വന്നിട്ട് വ്ലോഗ് എടുത്തു. ഇവര് പറഞ്ഞിരിക്കും നാളെ 2 ആളെ കൂടുതൽ വെച്ചോ. ഞാനത് കാര്യാക്കിയില്ല. പിറ്റേന്ന് ഇവിടെ ഫുൾ ആള് തന്നെ. എന്തെന്നാന്ന് എനിക്ക് തിരിഞ്ഞില്ല. ഇവരൊരു എന്തോ ഒരു പറഞ്ഞിട്ടാ പോയത്. ഇത് പറഞ്ഞിക്ക് 2 ആളെ എക്സ്ട്രാ ഇട്ടു. ആശിക്കിന് ഇതുകൊണ്ടോ ഗുരു എന്ന് വിളിക്കുന്നേ. ഏത് അറിയാടു എന്നെ പൊക്കി അടിച്ചതാണ്ട. അപ്പൊ പിന്നെ ഇൻഷാ അല്ലാ ഇനിയും എല്ലാം നല്ല മേലേന്റെ അത് ഹൈലൈറ്റ് ആശിക്ക. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ ഏത് ഇലാലിനെല്ലാം പറഞ്ഞ ഫുട്ബോൾ പ്രണയിച്ചോണാ. അത് ഇട്ടിട്ടിങ്ങി വാ, നല്ല 10 ആള് കാണട്ടെ. പക്കാ പിറ്റി ഇഞ്ചോ ഇലാലേ ഇപ്പറം കാണിച്ചെടുക്ക് ഒന്നുണ്ടാ കണ്ണാടി കാണുന്നില്ലേ. നല്ല നെക്കയിനടാ അല്ലേ, ജെയ്സൺ ലേസിയാ. നമുക്കിങ്ങനെ ഗിഫ്റ്റ് തരും. ആശിക്ക് റയൽമാൻഡിന്റെ ജെയ്സി ഒന്ന് കേട്ടോ ഇവിടെ. റയലിന്റെ ജെയ്സി ഒന്നൊക്കെ മാഷാ അല്ലാ. അപ്പൊ ഇലാല് ഹാപ്പി, നമ്മള് ഹാപ്പി, ആശിക്ക് ഹാപ്പി, എല്ലാരും. ഇലാല് അത് ഇലാലിനെ ഹാപ്പിക്കല്ല, അത് ആശിക്കിന്റെ. ആശിക്ക് സ്മൂച്ച് ഹാപ്പി, ആശിക്കിന് സ്മൂച്ച് ഹാപ്പി എങ്കിൽ ഇൻഷാ അല്ലാ അത് നമ്മൾ ഹാപ്പി ആക്കിയിരിക്കും. അത് നാളെ തന്നെ ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആക്കി. നാളെ ഇപ്പൊ ഫൈജാസിന്റെ പങ്ങളുടെ കല്യാണം ഉണ്ട്, അതുകൊണ്ട് കുറച്ചൊരു സാവകാശം ഉണ്ടാവും. ആശിക്ക് അണ്ണനാ കളി ഫുൾ ടൈം ഉണ്ട്. ആലോചിച്ച് കേരളത്തിൽ നിന്ന് പോയിട്ട് ഫുട്സാൽ കളിക്കാൻ പോയിട്ട് ഫസ്റ്റ് കളി ടീമിന്റെ എഴുതുന്നു ഗോവ. അതെ, നമ്മളത് ഗോവ കളിച്ചത് ഗോവൻ ടീമിനോടാ. ആ മലബാറിന്നത് കോഴിക്കോട് ഇഞ്ചും അടങ്ങിയൊരു സെറ്റ് ടീം അങ്ങ് പോയി അടുത്തേക്ക് ഉത്തരാഖണ്ഡിലേക്ക് ഫുട്സാൽ 5-ന്. എന്നിട്ടോ ഫസ്റ്റ് കളി ഗോവൻ ടീം പോയിട്ട് പൊട്ടിച്ചിട്ടടുത്ത് ഫൈസ് ആണ്. വാടോ മലബാറിലേക്ക് വാ.
ഫൈവ്സിന്റെയും സെവൻസിന്റെയും നാടാ മലബാർ. അതിപ്പോ നിങ്ങള് ദുനിയാവിന്റെ ഏത് കോണം നിങ്ങൾ സെവൻസ് കളിക്കാൻ ആൾക്കാർ ഇറക്കിയാലും മലബാറിന്ന് ഒരു ടീമിനെ കെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിട്ടുക്ക പറക്കും അല്ലേ? പവർ 10 മണിക്ക് പോവും. ഇൻഷാല്ലാ എന്നിട്ട് ഒരു നല്ല കളിക്ക് വന്നിട്ട് കീപ്പർ എന്നിട്ട് റിസൾട്ട് ആക്കണം. ഇനി അങ്ങോട്ട് ഇതന്നെ റിസൾട്ട് മാഷാല്ലാ. നല്ലതാ. നല്ലതാ. എന്നാ പിന്നെ ഞാൻ പോവും കറക്റ്റ്. നമ്മളെ ഉണ്ടാവും, സത്യം. അതാ ഡയലോഗ്. ഞമ്മക്ക് നമ്മളെ ഉണ്ടാവും. ഇൻഷാല്ലാ നമുക്ക് ഇതെല്ലാം സന്തോഷം. അപ്പൊ എന്തായാലും കുറെ ചങ്ങായിമാരിലാണ് നമ്മൾ ഈ ഫീൽഡിൽ ഇപ്പം പിടിച്ചിരിക്കുന്നത്. യെസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. വീഡിയോക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിങ്ങനെ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ നേരം പോക്കരുത്. നമ്മളെ നേരം പോകുന്നതിനൊരു കാര്യം വേണം. നമുക്കൊരു ഞാൻ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരും. ഇനി നല്ല ഒരുപാട് വീഡിയോസ് വരും. ഇയാൾ പറഞ്ഞ പോലെ തിരിച്ച് ഒരുപാട് പരിപാടി ഒരുപാട് ആൾക്കാർ വരും. അതെ സത്യം. ആൾക്കാരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. വരും. നമ്മള് പൊട്ടിപ്പൊളിഞ്ഞടുത്ത് നമുക്കുള്ളത് അമേരിക്കാരനെ എന്ത് പറയാ നമ്മളെ കമ്പനിക്കാരായിട്ടുള്ള ആൾക്കാരെ നമ്മളെ വിട്ടു വെക്കില്ലല്ലോ. ചേർത്ത് പിടിക്കണോ നമ്മളെപ്പം ചേർത്ത് പിടിച്ച്. അപ്പറഞ്ഞാളെ ജാസിർ പറഞ്ഞ സേഫ് ഉഷാറാള്. സേഫ് ഞാനൊന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന രാത്രിയിലുണ്ടല്ലോ. ഞാനൊന്ന് കിളിപോയിലും കരഞ്ഞിരിക്കുന്ന രാത്രി സേഫ് പൊക്കിക്കൊണ്ടുപോകും. അങ്ങനത്തെ എല്ലാം നമുക്ക് സന്തോഷമാണ്. പിലാലി ഞാൻ പൂങ്ങളെ കണ്ട ഇടക്കെല്ലാം പൊളിച്ചൊക്കെ നമ്മളൊന്നും അങ്ങനെ കാണലൊന്നുമില്ല ഡെയിലി. പക്ഷെ എന്താ കാണുമ്പോ 100 കൊല്ലം കണ്ട പവറാ അപ്പുറം കണ്ടവിടെ. ഇൻഷാല്ലാ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സ്നേഹം കൊടുക്കുക. പൈസ കൊടുക്കാൻ കഴിയില്ല ചിലപ്പോൾ നമുക്ക്, പക്ഷെ നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് എല്ലാവരും സ്നേഹിക്കുക, സന്തോഷിപ്പിക്കാൻ പറ്റും സന്തോഷിപ്പിക്കുക, എല്ലാവർക്കും നല്ല ചെയ്യുക. പിന്നെ ഒരു കാര്യം, നല്ലവനാകണം, വല്ലാണ്ട് നല്ലോണം കാണണ്ട. നന്മ ഉണ്ടാകും, മനസ്സിൽ നന്മ ഉണ്ടായാൽ മതി. നല്ല സംഘമായിട്ട് അഭിനയിക്കുക, ആൾക്കാരെ ഇതാക്കാൻ വേണ്ടി നല്ലതാണെന്നും നിൽക്കൊന്നും വേണ്ട. നമ്മളെ വേണ്ട. അതെ. പിന്നെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഭയങ്കര നല്ലതായിട്ട് അങ്ങ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളായിട്ട് നിൽക്കുക, പക്ഷെ മനസ്സിലെപ്പോൾ നന്മ ഉണ്ടാവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്നും നമ്മൾ വിടവാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.